ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ അനൽ മേലെ പനിത്തുള്ളി എന്ന സിനിമയുടെ കഥയാണ് നോക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു കാടിന്റെ ദൃശ്യമാണ് കാണിക്കുന്നത്. അവിടെ ഒരു പെൺകുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ബോധം വരുമ്പോൾ ആരോ തന്റെ ശരീരത്തിൽ അതിക്രമം കാണിച്ചതായി അവൾക്ക് മനസ്സിലാവുന്നു. അതായത് അവളെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. തുടർന്ന് കഥ ഭൂതകാലത്തിലേക്ക് മാറുന്നു. മതി എന്ന പേരുള്ള ഈ പെൺകുട്ടിയെ നമ്മൾ കാണുന്നു. അവളുടെ വീട്ടിൽ വിവാഹ നിശ്ചയ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സത്യസന്ധനും നല്ല സ്വഭാവമുള്ള ശരൺ എന്ന യുവാവുമായി അവളുടെ വിവാഹ നിശ്ചയം നടക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മതി ജോലിക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അവൾ ഒരു വലിയ മോളിൽ മാനേജർ തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. നിരവധി ജോലിക്കാർ അവളുടെ കീഴിൽ ജോലി ചെയ്യുന്നു. മതി വളരെ കഠിനാധ്വാനിയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് തന്റെ ജോലി നന്നായി ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ ബഹുമാനിക്കുന്നു. മോളിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മതിയാണ് നോക്കി നടത്തുന്നത്. പെട്ടെന്ന് ഒരു ദിവസം CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോൾ അനിത എന്ന പെൺകുട്ടിയിൽ അവൾക്ക് സംശയം തോന്നുന്നു. അവൾ ആരോടോ രഹസ്യമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മതി ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ താൻ പ്രഭു എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ അവന്റെ മോശം ശീലങ്ങൾ കാരണം അവനിൽ നിന്ന് അകന്നു കഴിയുകയാണെന്നും അനിത പറയുന്നു. ഇതിനിടയിൽ വീട്ടുകാർ തന്റെ വിവാഹം ഉറപ്പിച്ചെന്നും എന്നിട്ടും പ്രഭു തന്നെ പിന്തുടരുന്നത് നിർത്തിയിട്ടില്ലെന്നും അവൾ പറയുന്നു. അവൻ എപ്പോഴും തന്നെ പിന്തുടരുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് താൻ വളരെ അസ്വസ്ഥയാണെന്നും അവൾ പറയുന്നു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കാമുകൻ പ്രഭു അവിടെ എത്തുന്നു. മദ്യലഹരിയിലായിരുന്ന അവൻ അനിതയെ മോളിന് പുറത്തേക്ക് വിളിക്കുന്നു. എന്നാൽ അവന്റെ വിചിത്രമായ പെരുമാറ്റം കണ്ട് മതി അവനെ തള്ളി പുറത്താക്കുന്നു. ജോലി സമയം കഴിഞ്ഞ് മതി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പാർക്കിങ്ങിൽ വെച്ച് പരിഭ്രാന്തയായ അനിതയെ കാണുന്നു. പ്രഭു മോളിന് പുറത്ത് തന്നെ കാത്തിരിക്കുന്നുണ്ടെന്നും തനിക്ക് വളരെ പേടിയാണെന്നും അവൾ പറയുന്നു. അവളുടെ അവസ്ഥ കണ്ട് മതി അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ തീരുമാനിക്കുന്നു. വഴിയിൽ വെച്ച് നീ ഈ ലോകത്തെ എത്രത്തോളം ഭയക്കുന്നുവോ ഈ ലോകം നിന്നെ അത്രത്തോളം ഭയപ്പെടുത്തും. പ്രഭു അതിലൊരാളാണ് എന്ന് അവൾ അനിതയോട് പറയുന്നു. തുടർന്ന് മതി അവൾക്ക് ധൈര്യം നൽകുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അനിത അമ്മയോടൊപ്പം മതിയുടെ വീട്ടിലെത്തുന്നു. തന്റെ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് നൽകാനാണ് അവൾ വന്നത്. അനിതയെ സന്തോഷവതിയായി കാണുന്നത് മതിക്കും സന്തോഷം നൽകുന്നു. ഇതെന്റെ വിവാഹ ക്ഷണമാണ്, നീ തീർച്ചയായും എന്റെ വിവാഹത്തിന് വരണം എന്ന് അനിത അവളോട് പറയുന്നു. ജോലി സ്ഥലത്ത് എത്തിയ ശേഷം മോളിൽ ജോലി ചെയ്യുന്ന സതീഷ് എന്ന ചെറുപ്പക്കാരനിൽ മതിക്ക് സംശയം തോന്നുന്നു. അവൻ തന്റെ സുഹൃത്തുമായി ചേർന്ന് ടീഷർട്ട് മോഷ്ടിക്കുന്നത് CCTV സഹായത്തോടെ മതി പിടികൂടുന്നു. മോഷണം പിടിക്കപ്പെട്ടപ്പോൾ സതീഷ് മതിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ മതി അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അവൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. കാരണം ആ മോളിന്റെ വലിയ ഉത്തരവാദിത്വം മതിയുടെ കൈകളിലായിരുന്നു. അവൾ തന്റെ ജോലിയിൽ ഒട്ടും അലസത കാണിച്ചിരുന്നില്ല. വളരെ ഗൗരവത്തോടെയാണ് ജോലി ചെയ്തിരുന്നത്. അടുത്ത ദിവസം മതിയും ശരണും എവിടെയോ കറങ്ങാൻ പോകുന്നത് നമ്മൾ കാണുന്നു. അവിടെ ശരൺ മതിയെ തന്റെ മുത്തശ്ശിയെ കാണിക്കാൻ കൊണ്ടുവന്നതായിരുന്നു. പിന്നീട് കഥ അല്പം മുന്നോട്ട് പോകുന്നു. അനിതയുടെ മുൻ കാമുകൻ പ്രഭുവിനെ നമ്മൾ കാണുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളോട് തനിക്കുണ്ടായ അനുഭവം വിവരിക്കുകയാണ്. അനിതയുടെ സുഹൃത്തായ മതി കാരണം തനിക്ക് വളരെയധികം അപമാനം സഹിക്കേണ്ടി വന്നെന്നും ഈ പെൺകുട്ടി കാരണമാണ് അനിത തന്നിൽ നിന്ന് അകന്നതെന്നും അവൻ പറയുന്നു. ഇതിന് മറുപടിയായി അവന്റെ സുഹൃത്തുക്കൾ അവനെ പിന്തുണയ്ക്കാൻ സമ്മതിക്കുന്നു. ഒടുവിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അനിതയുടെ വിവാഹം നിശ്ചയിക്കുന്നു. മതിയും അവിടെ എത്തുന്നു. ആശ്ചര്യകരമായ കാര്യം ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട സതീഷും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ നാണക്കേട് കാരണം അവൻ അവളോട് ഒന്നും സംസാരിക്കുന്നില്ല. അനിതയുടെ വിവാഹം വിജയകരമായി നടക്കുന്നു. ഈ ഗ്രാമത്തിൽ നിന്ന് അല്പം ദൂരെയായി ഒരു പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. മതി അവിടേക്ക് യാത്ര പോകുന്നു. കാരണം അവൾക്ക് യാത്രകൾ വളരെ ഇഷ്ടമാണ്. നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സൂര്യാസ്തമയ പോയിന്റ് കാണാൻ അവൾ എത്തുന്നു. എന്നാൽ സമയം വൈകിയതോടെ ധാരാളം വിനോദസഞ്ചാരികൾ അവിടെ നിന്ന് മടങ്ങി പോകുന്നു. പക്ഷെ മതി ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ഹെൽമെറ്റ് വെച്ച 2-3 പേർ അവളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നു. ബോധം വരുമ്പോൾ മതി ഒരു അപരിചിതമായ സ്ഥലത്ത് സ്വയം കണ്ടെത്തുന്നു. അത് കാട്ടിലെ വിജനമായ ഒരു പ്രദേശമായിരുന്നു. ഇതിനിടയിൽ മതിയുടെ പ്രതിസ്തുത വരൻ അവളെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അവൾക്ക് കോൾ എടുക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ കാട്ടിൽ വഴിതെറ്റിയ മതി ഒരു റോഡിനരികിൽ എത്തുന്നു. അപ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരനെ അവൾ കാണുന്നു. അവനെ കണ്ടയുടൻ അവൾ ഒരു കുടിലിൽ ഒളിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ ഒരു പോലീസ് വാഹനം കടന്നു പോകുന്നു. ഒരുപക്ഷെ ആ ബൈക്ക് യാത്രികനെ പോലീസ് പിന്തുടരുകയായിരുന്നു. പോലീസ് വാഹനം കടന്നുപോയ ശേഷം വീണ്ടും 2 പേർ വന്ന് തങ്ങളുടെ കൂട്ടാളികളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എങ്ങനെയോ മതി ഒരു ജനവാസമുള്ള സ്ഥലത്തെത്തുന്നു. അവിടെ ഒരാൾ അവളെ ഗ്രാമത്തിലെത്താൻ സഹായിക്കുന്നു. അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം മതി ആശുപത്രിയിലെത്തുന്നു. അവൾ ചികിത്സ തേടിയാണ് വന്നത്. എന്നാൽ ആശുപത്രിയിൽ വലിയ തിരക്കായിരുന്നു. അവൾ ഒരു പുരുഷ ഡോക്ടറോട് ഒരു വനിതാ ഡോക്ടറെ കാണാൻ അഭ്യർത്ഥിക്കുന്നു. ആ ഡോക്ടറും നല്ലവനായിരുന്നു. ഉടൻ തന്നെ ഒരു ലേഡി ഡോക്ടറിനെ ഏർപ്പാടാക്കുന്നു. ഒടുവിൽ മതി ലേഡി ഡോക്ടറിനോട് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന് സത്യം പറയുന്നു. ഇത് കേട്ട് ലേഡി ഡോക്ടർ പരിഭ്രാന്തയാകുകയും ഉടൻ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി നൽകാൻ പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം അവൾക്ക് കുറച്ച് മരുന്നുകളും നൽകുന്നു. അത് അവൾക്ക് താൽക്കാലിക ആശ്വാസം നൽകും. ഡോക്ടറുടെ വാക്ക് കേട്ട് മതി പോലീസ് സ്റ്റേഷനിലെത്തുന്നു. തനിക്കുണ്ടായ ദുരനുഭവം പോലീസിനോട് പറയുന്നു. താൻ സൂര്യാസ്തമയ പോയിന്റിലായിരുന്നപ്പോൾ ആരോ തന്നെ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് അവൾ പറയുന്നു.
പറയുന്നു. അതോടൊപ്പം കാട്ടിൽ വെച്ച് കണ്ട വിചിത്രമായ സംഭവത്തെക്കുറിച്ചും അവൾ പോലീസിനോട് പറയുന്നു. പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയായിരുന്ന 3 ബൈക്ക് യാത്രക്കാരെ കുറിച്ചും അവൾ പറയുന്നു. പോലീസ് ഓരോ തെളിവുകളും ശേഖരിച്ച് അന്ന് രാത്രി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ ആ 3 കള്ളന്മാരെ പിടികൂടാൻ വിജയിക്കുന്നു. എന്നാൽ ആ കള്ളന്മാരുടെ മൊഴിയിൽ നിന്ന് അവർ 2 വാഹനങ്ങൾ മോഷ്ടിച്ചെന്നും പോലീസ് തങ്ങളെ പിടികൂടുമോ എന്ന് ഭയന്നാണ് ഓടി രക്ഷപ്പെട്ടതെന്നും വ്യക്തമാകുന്നു. അവർ മതിയെ കണ്ടിട്ട് പോലുമില്ല. തൊട്ട കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പ്രഭു എന്ന ചെറുപ്പക്കാരനിലും തനിക്ക് സംശയമുണ്ടെന്ന് മതി പോലീസിനോട് പറയുന്നു. അവൻ തന്നെ പിന്തുടർന്ന് സുഹൃത്തുക്കളോടൊപ്പം അനിതയുടെ വിവാഹത്തിനും എത്തിയിരുന്നു. ഈ സംശയം ദൂരീകരിക്കുന്നതിനായി പോലീസ് എല്ലാ ഹോട്ടലുകളും പരിശോധിക്കുകയും ഒടുവിൽ പ്രഭുവിനെയും അവന്റെ സുഹൃത്തുക്കളെയും പിടികൂടുകയും ചെയ്യുന്നു. ഒരുപാട് മർദ്ദനങ്ങൾക്ക് ശേഷവും സത്യം പുറത്തു വരുന്നില്ല. ഇതിനിടയിൽ സതീഷിനെയും പോലീസ് പിടികൂടുന്നു. അവനെ ചോദ്യം ചെയ്തതിൽ നിന്നും മതിയെ ബലാത്സംഗം ചെയ്തത് ഇവരിൽ ആരെങ്കിലുമാണെന്ന് തെളിയുന്നില്ല. തന്നെ ബലാത്സംഗം ചെയ്തവരുടെ പ്രായം ഇവരെക്കാളുമൊക്കെ കൂടുതലായിരുന്നുവെന്ന് മതിക്ക് ഓർമ്മ വരുന്നു. ഏകദേശം 40 വയസ്സ് പ്രായം. ഇത് കേട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെടുകയും മതിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങളുടെ മൊഴി മാറ്റുന്നത് കാരണം യഥാർത്ഥ പ്രതി ആരാണെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഇതിനിടയിൽ ആ SIയുടെ കഴുത്തിലെ ഒരു അടയാളം മതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ബലാത്സംഗം ചെയ്തവരിൽ ഒരാളുടെ കഴുത്തിൽ ഇതേ അടയാളം കണ്ടതായി അവൾ ഓർക്കും. ഇപ്പോൾ തനിക്കെതിരെ ഒരു കളി നടക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും അവരിൽ ഒരാളായിരിക്കുമെന്നും അവൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. ഇതിനിടയിൽ മനോജ് സ്വാമി എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അവൾ കാണുന്നു. അയാളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണ മോതിരങ്ങൾ കാണുന്നു. ഇത് കണ്ട മതിക്ക് ഇത് 2ാമത്തെ ആളാണെന്ന് വീണ്ടും മനസ്സിലാവുന്നു. പുറത്തിറങ്ങിയപ്പോൾ 3ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ പാൻ മസാലയുടെ പാക്കറ്റ് കണ്ടതോടെ അവളുടെ സംശയം കൂടുതൽ ശക്തവും ഉറച്ചതുമാവുന്നു. ഈ പോലീസ് സ്റ്റേഷനിൽ പാവം മതിയുടെ വാക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ മതി ഒരു വനിതാ കോൺസ്റ്റബിളിനോട് ഏതെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണാൻ അഭ്യർത്ഥിക്കുന്നു. പിറ്റേന്ന് വന്ന് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കാണാൻ ആ വനിതാ കോൺസ്റ്റബിൾ നിർദ്ദേശിക്കുന്നു. ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും തങ്ങളെക്കുറിച്ച് മതിക്ക് എല്ലാം മനസ്സിലായെന്ന് സംശയം തോന്നി തുടങ്ങിയിരുന്നു. അതിനാൽ അവർ അവളെ പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു ലേഡി ഓഫീസർ വരുന്നു. മതിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ തനിക്കുണ്ടായ എല്ലാ സംഭവത്തെക്കുറിച്ചും അവൾ ആ ലേഡി ഓഫീസറിനോട് പറയുന്നു. ഇത് കേട്ട് ആ ലേഡി ഓഫീസർ ഈ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അന്ന് രാത്രി വനിതാ കോൺസ്റ്റബിളിനോടൊപ്പം താമസിക്കാൻ അവളോട് പറയുന്നു. ഇതിനിടയിൽ ആ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇവൾ എല്ലാ കാര്യങ്ങളും വലിയ ഓഫീസർ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് സംശയം തോന്നുന്നു. അതിനാൽ ആ 3 പേരും രാത്രിയിൽ അവളോട് ബലപ്രയോഗം നടത്തുകയും അവളെ നഗ്നയാക്കുകയും അവളുടെ MMS ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവളെ വൈകാരികമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും തങ്ങൾക്കെതിരെ മൊഴി നൽകിയാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. പാവം മതിക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ അഭിമാനം ഇനിയും നഷ്ടപ്പെടുന്നത് കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൾ അവിടെ നിന്ന് പോകുന്നു. ഒടുവിൽ ചെന്നൈയിൽ എത്തിയ ശേഷം മതിയുടെ ചികിത്സ ആരംഭിക്കുന്നു. ഡോക്ടർ ശരത് അവളെ പിന്തുണയ്ക്കുന്നു. ശരണും അവളെ നന്നായി പരിപാലിക്കുന്നു. എന്നാൽ മതിയുടെ ആരോഗ്യനില കൂടുതൽ വഷളാകാൻ തുടങ്ങുന്നു. കാരണം അവൾക്ക് വൈകാരികമായി വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെടുന്നു. അവൾ എപ്പോഴും ഭയന്ന് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് സ്വപ്നങ്ങളിലും വിചിത്രമായ ചിന്തകൾ വരാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മതിക്ക് തന്റെ ബാല്യകാലത്തെ ചില ഓർമ്മകൾ വരാൻ തുടങ്ങും. അവൾ കുട്ടിയായിരുന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട കാര്യം അവളെ അഭിമാനമാണെന്നും വസ്ത്രം കൊണ്ട് അഭിമാനം സംരക്ഷിക്കാൻ അവളെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നും അവൾ മനസ്സിലാക്കുന്നു. നീതി ലഭിക്കുന്നതിനായി മതി ശരണോടൊപ്പം ഒരു വലിയ അഭിഭാഷകന്റെ അടുത്തേക്ക് പോകുന്നു. ആ 3 പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ഈ വിഷയം ഗൗരവമായി എടുത്ത് ആ അഭിഭാഷകൻ ഈ കേസിനെ കുറിച്ച് സംസ്ഥാന DIGയുമായി നേരിട്ട് സംസാരിക്കുന്നു. DIG ഉടനെ തന്നെ ആ പ്രദേശത്തെ ലേഡി ഓഫീസറെ വിളിച്ച് മതിയുടെ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഇത് കേട്ട ലേഡി ഓഫീസറും ഉടൻ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നു. തങ്ങൾ ഉടൻ പിടിക്കപ്പെടുമെന്ന് പ്രതികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതിനിടയിൽ അവരിൽ ഒരാൾ ശരണിനെ വിളിച്ച് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, കേസ് പിൻവലിക്കുന്ന കാര്യം മറന്നേക്കൂ എന്ന് ശരൺ പറയുന്നു. അതിനാൽ ആ 3 പേരും കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ അവർ ബലാത്സംഗം ചെയ്ത കാട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തി തെളിവുകൾ നശിപ്പിക്കുമ്പോൾ ലേഡി ഓഫീസർ തന്റെ ടീമിനോടൊപ്പം അവിടെ എത്തുകയും അവരെ കൈയോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഈ 3 ഉദ്യോഗസ്ഥരും എല്ലാ സോഷ്യൽ മീഡിയയിലും അപകീർത്തിക്ക് ഇരയാകുന്നു. ജനങ്ങളുടെ സംരക്ഷകൻ തന്നെ ഭീകരമായി മാറിയിരിക്കുന്നുവെന്ന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ചോദ്യങ്ങൾ ഉയരുന്നു. എന്നാൽ പിടിക്കപ്പെട്ട ശേഷം ആ പോലീസുകാർ മതിയുടെ MMS വീഡിയോകൾ വൈറലാക്കുന്നു. അത് സോഷ്യൽ മീഡിയ വഴി എല്ലാ ആളുകളിലേക്കും ബന്ധുക്കളിലേക്കും എത്തിക്കുന്നു. പിന്നെ എന്തുണ്ടായി? ഓരോരുത്തരായി മതിയെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഇത് എപ്പോൾ, എങ്ങനെ, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ച് ഒരു ദിവസം പെട്ടെന്ന് മതി വീഡിയോ കാണുമ്പോൾ
ആ വീഡിയോയിൽ അവളുടെ ശബ്ദം മാറിയിട്ടുണ്ടെന്നും ആ വീഡിയോ മതി തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്തായാലും ആ പോലീസുകാർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരെയാണെന്നും ആരും നിങ്ങളുടെ കേസ് വാദിക്കില്ലെന്നും അഭിഭാഷകനും പറഞ്ഞിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവളോട് മാപ്പ് ചോദിക്കുന്നതാണ് നല്ലതെന്ന് അയാൾ പറയുന്നു. എന്നാൽ ആ പോലീസുകാർക്ക് അത് സമ്മതമായിരുന്നില്ല. അതിനാൽ അവർ മതിയെ കൊല്ലാൻ പദ്ധതിയിടുന്നു. SP തന്റെ 2 കൂട്ടാളികളെ മതിയെ കൊല്ലാൻ അയക്കുന്നു. എന്നാൽ വഴിയിൽ വെച്ച് ആ ഗുണ്ടകൾക്ക് അപകടം സംഭവിക്കുന്നു. അതോടെ SP-യുടെ മുഴുവൻ പദ്ധതിയും പരാജയപ്പെടുന്നു. അടുത്ത ദിവസം SP തന്റെ പരിചയത്തിലുള്ള ഒരു അങ്കിളിനോട് ഈ കേസിനെ കുറിച്ച് ഉപദേശം തേടുന്നു. അതിന് മറുപടിയായി അങ്കിൾ പറയുന്നു, മോനെ, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ നിശബ്ദമായി അവളോട് മാപ്പ് ചോദിക്കുന്നതാണ് നല്ലത്. എന്തായാലും മാപ്പ് ചോദിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അടുത്ത ദിവസം ഒരു റിട്ടയർഡ് DIG ശരണിനെ തന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവിടെ അവർ കേസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അയാൾ ശരണിനോട് കേസ് പിൻവലിക്കാൻ ഉപദേശിക്കുന്നു. ഈ പോലീസുകാർക്ക് അവരുടെ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു. കാരണം അവരുടെ ജോലി മുതൽ അഭിമാനം വരെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ആ 3 പോലീസുകാരും ശരണിന്റെ മുന്നിൽ വരുന്നു. അവരെ കണ്ടയുടൻ ശരൺ ഓരോരുത്തരുടെയും കരണത്തടിക്കുന്നു. കാരണം ഈ 3 പേരും മാപ്പിന് അർഹരല്ല. അതിനാൽ ശരൺ കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മതി കേസ് പിൻവലിക്കില്ലെന്ന് ഉറപ്പായി. അവൾ ഒടുവിൽ വലിയ ധൈര്യത്തോടെ കോടതിയിലെത്തുന്നു. കോടതിയിലെ ജഡ്ജിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി പറയുന്നു. ഈ ഗൂഢാലോചന അവർ എങ്ങനെ നടത്തിയെന്നും തന്റെ അഭിമാനവുമായി എങ്ങനെ കളിച്ചുവെന്നും അവൾ പറയുന്നു. മതിയുടെ മൊഴി കേട്ട് ജഡ്ജി വളരെയധികം ഞെട്ടിപ്പോകുന്നു. ഒരു പെൺകുട്ടിക്ക് തന്റെ അഭിമാനം രക്ഷിക്കാൻ ഇത്രയധികം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും എങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് അവർ അത്ഭുതപ്പെടുന്നു. മറ്റു പെൺകുട്ടികൾക്ക് കോടതിയിൽ വരാൻ പോലും ധൈര്യമുണ്ടാകാറില്ല. ഇതിന് മറുപടിയായി മതി വളരെ മനോഹരമായ ഉത്തരം നൽകുന്നു. ജഡ്ജിയോട് അവൾ പറയാണ്, പല പെൺകുട്ടികളും കരുതുന്നത് അവരുടെ അഭിമാനമാണ് അവരുടെ ഏറ്റവും വലിയ ബലഹീനത എന്നാണ്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഓരോ പെൺകുട്ടിയുടെയും ശക്തി അവളുടെ ആത്മാവ്, അവളുടെ വിശ്വാസം, അവളുടെ ശക്തി എന്നിവയാണ്. അത് അവൾക്ക് ലോകത്തെ ഭയക്കാതെ എല്ലാവരുടെയും മുന്നിൽ കാണിക്കാൻ കഴിയും. ഏതെങ്കിലും പെൺകുട്ടിയോട് അതിക്രമം ഉണ്ടായാൽ ആ പെൺകുട്ടി പിന്മാറാതെ ആത്മവിശ്വാസത്തോടെ മുന്നിലുള്ള ആളെ നേരിട്ടാൽ ആരായാലും അവൾ എപ്പോഴും വിജയിക്കും. അവൾക്ക് നീതി ലഭിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല. ഏതെങ്കിലും പെൺകുട്ടിയോട് ഇങ്ങനെ സംഭവിക്കുകയും ആളുകൾ അവളെ മോശമായി നോക്കുന്നതിന് പകരം അവളെ പിന്തുണയ്ക്കുകയും ചെയ്താൽ ഓരോ പെൺകുട്ടിക്കും ഒരു ദിവസം തീർച്ചയായും നീതി ലഭിക്കും. ഇങ്ങനെ ഒരു മഹത്തായ സന്ദേശത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ സിനിമ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ എത്തും. സോ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉടനടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.